അല്ല ഇതൊക്കെ സ്വാഭാവികമായും സിവിൽ കേസുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും അഭിഭാഷകർക്ക് ഹാജരാകാൻ കഴിയാവുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയല്ലല്ലോ ശ്രീ സലീം, ആവർത്തിച്ച് ഹാജരാകുന്നത്. ഏതാണ്ട് 10 തവണ സമൻസ് അയച്ചു, ഈ 10 തവണയും ഹാജരായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് എനിക്ക് അതിന്റെ ബാംഗ്ലൂരിൽ ഈ അഭിഭാഷകൻ എന്തുകൊണ്ട് ഹാജരായില്ല എന്നുള്ളതിന് വിശദാംശങ്ങളും നമ്മുടെ ആരുടെ മുമ്പിൽ ലഭ്യമല്ല. ഇതൊക്കെ സിവിൽ ആ സമയത്ത് കേസിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം അറിഞ്ഞിരുന്നു. അതിനുശേഷം സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പിന്നീട് കണ്ടസ്റ്റ് ചെയ്യാമായിരുന്നു, അതിനെ മറികടക്കാമായിരുന്നു, കേസിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാമായിരുന്നു. ഇവിടെ വിധി വന്നിരിക്കുകയാണ്. സ്വാമി ഇതിലൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ കോടതിയിൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിലായാലേ സ്വാഭാവികം ഉമ്മൻചാണ്ടിയെ പോലുള്ള ആൾക്ക് ബാംഗ്ലൂരിൽ ഒരു കോടതിയിൽ സമൻസ് ലഭിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാനും ആ ദിവസം എത്തിച്ചേരാനും ഒക്കെ ഉള്ള അദ്ദേഹത്തെ പോലെ വളരെ വലിയ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് സ്വാഭാവികമായി ചില ദിവസം ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയാണ്, ഈ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് സോളാർ കമ്മീഷന് മുമ്പാകെ ഏതാണ്ട് രാവിലെ 11 മണി തൊട്ട് പുലർച്ചെ 1:15 വരെ വിചാരണയ്ക്കായിരുന്നത്. തീർച്ചയായിട്ടും സോളാർ കേസിലെ ഡേറ്റ് പോസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ തീയതി നോക്കിയിട്ടാണ് സോളാർ കേസിൽ സോളാർ കേസുമായി ബന്ധപ്പെടുത്തി തന്നെ സരിത ആവശ്യപ്പെട്ട അനുസരിച്ച് പലതവണയും കേസുകളുമായി ബന്ധപ്പെടുത്തി ഇത്തരം നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായി അതൊക്കെ കോടതിയിൽ ഇത്തരം സോളാർ കേസിൽ ഉമ്മൻചാണ്ടി വിസ്തരിച്ചൊരു സാക്ഷി എന്ന നിലയിലാണ് സ്വാഭാവികമായി സാക്ഷികളുടെ ഒരു കൺവീനിയൻസ് ഒക്കെ നോക്കി തീരുമാനിക്കാറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നു. ഞാനിപ്പോ ബാംഗ്ലൂരിൽ കോടതി പോകുമ്പോൾ ഈ കോടതി വിളിക്കുന്ന സമൻ ചെയ്യുന്ന ഡേറ്റിൽ പോകുന്ന കാര്യത്തിൽ പലപ്പോഴും അസൗകര്യങ്ങൾ ഉണ്ടാവും. കേസ് മാറ്റാൻ അപേക്ഷ കൊടുക്കാറുണ്ട് ചില കോടതിയിൽ. പക്ഷെ ഇതൊരു അസാധാരണ നടപടിയാണ്. ഒരു സിവിൽ കേസിൽ എതിർകക്ഷിയുടെ വാദം കേൾക്കാതെ ആവർത്തിക്കാണ്. ശ്രീ സലീം, ഞാൻ തിരികെ എത്താം. ശ്രീ റെജി ലൂക്കോസ് നമ്മളൊപ്പം കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ താങ്കളുടെ ആദ്യ പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശ്രീ പി എസ് സലീം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അത് കാണുമ്പോൾ അതിന്റെ ഒരു മറുപടിയിലേക്ക്. പി എസ് സലീം പറഞ്ഞത് അവസാനം പറഞ്ഞ 2-3 മിനിറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി സൗമ്യ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പി എസ് സലീമിനോട് മറുപടിക്ക് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിലായിട്ട് നിലവിൽ മുഖ്യമന്ത്രിയുള്ളൊരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ഇതേ ബാംഗ്ലൂർ സെഷൻ കോടതി ജയിലിലേക്ക് അടച്ചൊരു ചരിത്രം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ശ്രദ്ധിച്ചതാണ്. രണ്ടാമത്തത്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഹരിയാനയുടെ മുഖ്യമന്ത്രി ചൗട്ടാലയെ ഇപ്പോൾ തീഹാർ ജയിലിലാണ് അഴിമതി ആരോപണത്തിന്റെ പേരിൽ. അതുകൂടാതെ തന്നെ ജാർഖണ്ഡാണെന്ന് തോന്നുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന മധു കോട എന്ന് പറയുന്ന ആൾ 6000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തതിന്റെ പേരിൽ ഇപ്പോഴും ജയിലിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിലും ബാംഗ്ലൂരിലത്തെ ഒരു കോടതി 1,61,00,000 രൂപ, അതിപ്പോൾ ഏറ്റവും അവസാനം വെളി വന്നിരിക്കുന്നത് 2,10,00,000 രൂപ അദ്ദേഹത്തിന് കൂട്ടാളികളെ കൂടി ശിക്ഷിച്ചു എന്നാണ്. അതായത് 1,35,00,000 രൂപ KU കുരുവിള എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഒരു വ്യവസായി, അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. ആ മനുഷ്യനെ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി നേരിട്ടും അല്ലാതെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തട്ടിപ്പിലേക്ക് ആ പണം ചോർത്തിയെടുത്തതിനെതിരെ അദ്ദേഹം കേരളത്തിലെ അന്നത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധിയായ സ്വന്തം പണം നഷ്ട മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മർദ്ദിച്ച സംഭവം വരെ കേരളം ദർശിച്ചാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്, ജനങ്ങളോട് പറഞ്ഞ എന്താണ്, നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് പറഞ്ഞു. നിസ്സഹായ മനുഷ്യനെ നിരവധി പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും അറസ്റ്റ് ചെയ്യുകയും ആ രീതിയിൽ അപമാനിക്കുകയും ചെയ്തതിന്റെ ഒരു കാവ്യനീതിയാണ് ഇന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇന്ന് ബാംഗ്ലൂർ സെഷൻ കോടതി വിധിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പി എസ് സലീം വളരെ മാന്യനും സാധുവുമായ ഒരു നല്ല ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം വളരെ സഹതാപം അർഹിക്കുന്ന രീതിയിൽ ഈ കൈരളിയിലൂടെ ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവഹേളനമാണ്. കോടതി എവിടെയാണെങ്കിലും അത് വിധി തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സലീം പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്പാർട്ടിയൊക്കെ മാറ്റി വയ്ക്കൂ, അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി 10 തവണ കോടതി നോട്ടീസ് അയച്ചിട്ടും ഹാജരായില്ലെന്നുള്ളതാണ്. നേരത്തെ സൗമ്യ പറഞ്ഞത് ഒരു പ്രസക്തമായ കാര്യമാണ്. 14 മണിക്കൂർ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 14 മണിക്കൂർ നോൺ സ്റ്റോപ്പായി ഒരു ചായയ്ക്ക് പോലും ബ്രേക്ക് എടുക്കാതുകൊണ്ട് സോളാർ കമ്മീഷന് മുമ്പിൽ ഹാജരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ പോയി ഇതുപോലെയുള്ള ഒരു കേസിനെ ഫേസ് ചെയ്യാതിരുന്നത്? അത് നിയമവ്യവസ്ഥയോടുള്ള അപകടമല്ലേ? ഇവർ ഇന്ന് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ, ചില മാധ്യമങ്ങളിലൂടെ, എല്ലാ മാധ്യമങ്ങളൊന്നും ഞാൻ ആരോപിക്കുന്നില്ല, കേരളത്തിലെ ഗവൺമെന്റ്, അതായത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നയിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഇല്ലാ
കഥകളും ചമച്ചുകൊണ്ട് കേരളത്തിലെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച രണ്ടാം സ്ഥാനത്ത് നിന്ന് പിന്നെ നമുക്കെല്ലാം അറിയാമായിരുന്ന EP ജയരാജനെതിരെ ഇവരൊരു കള്ളക്കേസ് ചമച്ചില്ലേ ഒരു മാധ്യമം, ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പിന്നെ മാന്യനായ ഒരു കാർട്ടൂണിസ്റ്റ് അതിനെതിരെ കാർട്ടൂൺ എഴുതി പിന്നെ വരച്ചതിന് വേണ്ടി അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ രീതിയിലുള്ള ന്യായീകരണങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവരെ നാണം കെടുത്തുകയുള്ളൂ. എനിക്ക് PS സലീമിനോട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഇന്ന് ഇവരുടെ വർക്കിംഗ് കമ്മിറ്റി പിന്നെ മെമ്പറായ ബഹുമാനായ AK ആന്റണി ഇന്ന് എറണാകുളത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലും കേരളത്തിന്റെ ചരിത്രത്തിലും ഇത്രയ്ക്ക് ദയനീയമായ ഒരു പതനം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇത്തരം അഴിമതി വീരന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച, കേരളത്തിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇത്തരം നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുവാൻ ഇവർ ഏതെല്ലാം രീതിയിലുള്ള പടപ്പുറപ്പെടുവായിട്ട് പുറത്തു വന്നാലും അത് കേരളത്തിലെ ജനങ്ങൾ ഒരു കുറ്റവാളികളുടെ പരിവേഷത്തിലുള്ള ഇവരെ കാണത്തുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഏതായാലും വളരെ ചർച്ചയിലേക്ക് എത്താം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ് ശ്രീ ഭാസ്കരേന്ദ്ര ബാബുവിടെ. ശ്രീ PS സലീം ഒരുപക്ഷെ ആവർത്തിച്ച് ആ ഒരു വിഷയത്തെ തന്നെയാണ് പറഞ്ഞത്. തന്റെ മറുഭാഗം കേൾക്കാനുള്ള സ്വാഭാവികമായ ഒരു അവകാശം ലഭിച്ചില്ല എന്നതടക്കമുള്ള ഒരു വിഷയങ്ങൾ. പക്ഷെ അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയങ്ങൾ ഇനിയും പരിഗണിക്കപ്പെടാൻ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നൊരു വലിയൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ അതിനെയൊക്കെ ചേർത്ത് വെച്ചു വേണ്ട ഈ ഒരു കേസും ഒരുപക്ഷെ അവിടെ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാടും ഒക്കെ കാണാൻ. അല്ല, അതങ്ങനെ തന്നെയായിരിക്കും. ഞാൻ അതിലേക്ക് വരാം. PS സലീം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുണ്ടായി. അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പം ഈ സർക്കാർ അതിൻ്റെ ആദ്യകാലം 4 മാസം കൊണ്ട് തന്നെ ഒരു മന്ത്രിക്ക് രാജിവെച്ച് പോകേണ്ട നിലവാരത്തിൽ അഴിമതിയിൽ പെട്ടുപോയി എന്ന് PS സലീം പറയുണ്ടായി. PS സലീം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. മറ്റ് ഡിഫൻസ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഈ നിലത്തിൽ ആക്രമണത്തിലേക്ക് തിരിയുകയാണ്. നിരാശ ബാധിതനായ ഒരു പ്രതിരോധിയുടെ പ്രശ്നങ്ങളാണ്. അത് പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ, അദ്ദേഹം തന്നെ പറഞ്ഞതെങ്ങനെയാണ്, ഒരാൾക്ക് രാജിവെക്കേണ്ടി വന്നു. ശരിയാണ്, ആരോപണമുണ്ടായാൽ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അതേക്കുറിച്ച് ആലോചിക്കും. കാരണം അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ നോമിനി എന്ന നിലക്കാണ് ഒരാൾ മന്ത്രിയാകുന്നത്. അങ്ങനെ ആക്കിയ പാർട്ടി അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും വീഴ്ച കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണല്ലോ രാജിവെച്ചത്. ഈ നിലവാരത്തിൽ രാജിവെക്കാൻ പാകത്തിലോ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി, അതും ഒരു പാർട്ടിയാണല്ലോ സലീം പേരിന്, ആ പാർട്ടി എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒരവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധിപ്പിച്ച് അദ്ദേഹം എടുത്ത പൂർവാപര വിരുദ്ധത നിറഞ്ഞ അസംഖ്യം അനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചർച്ച ചെയ്തോ? ചർച്ച ചെയ്ത് ഉമ്മൻചാണ്ടിയോട് സൗമനസ്യപൂർവ്വം അങ്ങ് ഒഴിഞ്ഞു നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കുക എന്നാവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ചെയ്യാത്തത് അതിനുള്ള എല്ലുറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ആ പാർട്ടിയിലില്ല. അതാണ് കാര്യം. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും VM സുധീരനുമൊക്കെ ഒരു കാലഘട്ടത്തിൽ യങ് ടർക്കുകളായി നിന്നപ്പോൾ അവർ എല്ലുറപ്പോടെ ശരിക്കും അവർക്കെതിരെ മുന്നണിയിൽ പോയ അല്ലെങ്കിൽ മുൻ തലമുറയുടെ ഈ യാഥാസ്ഥിതിക വീക്ഷണങ്ങളെ എതിർക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു തലമുറ, VD സതീശൻ അത് പറഞ്ഞല്ലോ, ഒരു തലമുറ സമരമുണ്ടായില്ല കോൺഗ്രസ്സിലെന്ന്. അതൊക്കെ PS സലീം കേൾക്കുന്നതല്ലേ. ഇപ്പോൾ ഈ നിലവാരത്തിൽ കാര്യങ്ങൾ വരുമ്പോഴെങ്കിലും താങ്കൾക്ക് ഇവിടെ പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ്സിനകത്തെങ്കിലും പറയണം. ആവർത്തിച്ച് ഞങ്ങൾക്ക് ചാനൽ ചർച്ചകളിൽ നാണം കെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടെങ്കിലും ഈ കാര്യം പരിഹരിക്കുന്ന രീതിയിൽ അഴിമതിയെ സംബന്ധിച്ച ആക്ഷേപം അനവരതം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നേതാവിനെ കോൺഗ്രസിൻ്റെ പിടലിയിൽ നിന്ന് സദയം ഒന്ന് മാറ്റിത്തരയണമേ എന്ന് പറയാവുന്നതാണ്. ശ്രീ PS സലീം മറുപടിയിലേക്ക്. ശ്രീ PS സലീം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. തിരികെ എത്താം. ശ്രീ റെജി ലൂക്കസ്, അവിടെയാണ് സുപ്രധാനമായ ഒരു വിഷയമുള്ളത്. ഒന്ന്, ഇത്തരം വിഷയങ്ങൾ സോളാർ കേസായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി വിഷയം. അവിടെ ഇപ്പോൾ ശ്രീ PS സലീമിനെ പോലെയുള്ളവർ പ്രതിരോധിക്കുന്നത് ഇങ്ങനെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെടുത്തി, ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ പത്രപരസ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഭാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റ് വലിയ അഴിമതികൾ നിൽക്കുമ്പോഴും
ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ അല്ലെ ഇ പി ജയരാജന് എതിരെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അടക്കം ചൂണ്ടി പറഞ്ഞുകൊണ്ടുള്ള ശ്രീ പി എസ് സലീമിനെ പോലെയുള്ളവരുടെയൊക്കെ ന്യായീകരണം അതിനെ ഒരു പക്ഷേ കോൺഗ്രസിന്റെ പൊളിറ്റിക്സിൽ നിന്നുകൂടി പരിശോധിച്ചാൽ ശ്രീ റജി ലൂക്കോസ്. തീർച്ചയായിട്ടും അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഏറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 180 ദിവസത്തോളമായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയ്ക്കും ട്രാൻസ്പെറൻസിയോടുകൂടി ഇത്രയ്ക്കും സുതാര്യമായി കേരളത്തിലെ ജനങ്ങളുടെ എന്താ പറയുക ഏതാണ്ട് 99% ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ചുരുങ്ങിയ നാളുകളോടുകൂടി അധികാരത്തിൽ തുടരുന്ന ഒരു ഗവൺമെൻറ് ഇന്നലകളിൽ ഉണ്ടായിട്ടില്ല. നമുക്ക് ചരിത്രത്തിലേക്ക് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കണം, ഈ ഗവൺമെന്റിനെ അസ്വസ്ഥമാക്കുവാനായിട്ടുള്ള ഇല്ലാ കഥകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പി എസ് സലീം ഏതെല്ലാം രീതിയിലുള്ള വാദഗതികൾ കൊണ്ടുവന്നാലും നേരത്തെ ഇവിടെ ചർച്ച തുടങ്ങിയ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദിഖ് പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം അവരെല്ലാം എന്തൊക്കെയോ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ എന്താ പറയുക ആർക്കും മനസ്സിലാകാത്ത ചില ഉത്തരാധുനിക ഭാഷകൾ പ്രയോഗിച്ചുകൊണ്ട് കേൾവിക്കാരെ മണ്ടരാക്കുന്നതാണ്. കാരണം വളരെ സിമ്പിൾ ആണ്. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവരെ പാർട്ടി എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ മാധ്യമ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികൾ എഴുതി വെക്കേണ്ടതാണ് സരിതാ വിഷയം സോളാർ വിഷയം എന്ന സബ്ജക്ട് കൈരളി ചാനൽ പുറത്തു കൊണ്ടുവന്നത്. ഇന്നത് എവിടെ എത്തിയിരിക്കുന്നു? ആ ഗവൺമെന്റിന്റെ അഴിമതികളെ ഇത്രയധികം തുറന്നു കാണിച്ചിട്ടുള്ള അവിഹിതമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു അഴിമതി കഥകളുടെ ഒരു ഘോഷയാത്ര തന്നെ കേരളം ലജ്ജിച്ചുകൊണ്ട് കേട്ടിരുന്ന ഒരു ചരിത്രമാണ് സോളാർ കഥകൾ. അതുപോലെ ബാർക്കോഴ കേസുകൾ. ഞാനൊന്ന് പറയട്ടെ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളം രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു രാത്രി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ പത്തനംതിട്ടയിലെ കോറി മുതലാളി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പരസ്യമായിട്ട് തന്നെ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാനും സരിത നായരോട് കൂടി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പൈസ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന്. അന്ന് കേരളം പ്രതീക്ഷിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് രാജിവെക്കുമെന്നായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മളോടെല്ലാം പറഞ്ഞ എന്താണ്? കേരളത്തിലെ ജനങ്ങളോട് നിയമത്തിന്റെ വഴിയെ പോകും. ഇപ്പോൾ നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവർക്ക് വിളറി പൂണ്ടിരിക്കുന്നതും ഈ പരമായിട്ടുള്ള പിന്നാമ്പുറങ്ങളുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടുകളുള്ള ആ ബിരുദധാരികളായിട്ടുള്ള സിദ്ദിഖിനെയും സലീമിനെയും പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ഈ ചാനലിലൂടെ കാണിക്കാനുള്ള അനുഭവങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ സരിതാ വിഷയത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ലജ്ജിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു അഴിമതി വിഷയത്തിൽ തെളിവ് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഇതെന്നുള്ളതും തെളിവുകളുമായി കേരളത്തിന്റെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും അന്ന് നിരന്തരം പോരാടിയപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാ നിയമസംഹിതയെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ എളിപ്പിലാക്കിക്കൊണ്ട് 8ഓളം വരുന്ന വിജിലൻസ് കേസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാരെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ നാണം കെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ 91 സീറ്റോടുകൂടി കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത്. കേരളത്തിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രി എന്ന് പേരെടുത്തുകൊണ്ട് കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭയെ തകർക്കാനായിട്ടും നശിപ്പിക്കുവാനായിട്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അടവുകളും ജനങ്ങളുടെ മുമ്പിൽ പതറി നശിച്ച് എന്താ പറയുക ഇളിപ്പിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് അവരുടെ മുഖത്തിലേറ്റ ഏറ്റവും വലിയ അടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു കേസിൽ, അതും അഴിമതി കേസിൽ പണം തട്ടിച്ചു വാങ്ങിച്ചു എന്ന പേര് ആ കോടതി ഉച്ചരിച്ചിട്ടുണ്ട്, അതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കോടതി ഏതു വാങ്ങട്ടെ, കേരളത്തിലെ ജനങ്ങളാണ് ഇതിനകത്ത് നാണം കെടുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി ഒരു അഴിമതി കേസിൽ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കാത്തൊരു ജനതയാണ് കേരള. കാരണം അത്രയ്ക്ക് പ്രബുദ്ധമായ ഒരു ജനതയാണ് കേരളത്തിലെ. പക്ഷേ ഇന്ന് അദ്ദേഹം അങ്ങനെ ഒരു പേര് കൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചാർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യൻ ഈ രീതിയിൽ ഒരു കോടതി വിധി നേടിയെടുത്തതിലൂടെ. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ദുഃഖകരമായ ഒരു വസ്തുത. അതും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അഴിമതിയും ഇതുപോലത്തെ കെടുകാര്യസ്ഥതയും ഇത്രയധികം അധാർമികമായുള്ള നിലപാടുകളുമായി വരും തലമുറകളിൽ പോലും ഒരു ഗവൺമെന്റ് ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ബാംഗ്ലൂർ കോടതി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും മുൻ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെ മുമ്പിലും എടുത്തിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ വാസനേന്ദ്ര ബാബു, ഒരു പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടത് ദേശീയ തലത്തിൽ പോലും AICC പോലും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പോലും ഈ സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി ഇതിൻ്റെയൊക്കെ കൂടി പ്രതിഫലനമാണ് എന്ന് വിലയിരുത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൂടിയാണ്. ഇന്നിപ്പോൾ DCCകൾ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു.
കോൺഗ്രസ് അപ്പാടെ പൊളിച്ചെഴുതുക എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതിനിടയിൽ കൂടിയാണ് ഈ സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ശ്രീ പി എസ് സലീം ഇപ്പോൾ പ്രതിരോധിക്കുന്നത് പോലെയുള്ളൊരു വലിയ പ്രതിരോധമോ സപ്പോർട്ടോ ഒക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്നുണ്ടോ? അല്ല, എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. ശ്രീ റെജി ലൂക്കോസ് പറയുകയുണ്ടായല്ലോ, അദ്ദേഹം മല്ലേലി ശ്രീധരൻ നായരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുമ്പം അന്ന് രാത്രി ഒരുപക്ഷെ മുഖ്യമന്ത്രി രാജിവെച്ചേക്കും എന്ന് ആളുകളൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും ഈ സോളാർ അഴിമതി കേസ് അങ്ങ് കൊടികുത്തുവാണ് എന്ന രാത്രിയാണത്. ആ സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ പോയി പണം കൊടുത്തുവെന്ന്. NSSകാരനാണ്, NSSൻ്റെ ആളാണ്, കോൺഗ്രസ്സുകാരനുമാണ് മല്ലേലി ശ്രീധരൻ നായർ. കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് തന്നെ ഇദ്ദേഹത്തെ അറിയുന്ന ആളുമാണ്. അന്ന് ഞങ്ങൾക്കറിയില്ല എന്നും മാത്രമല്ല, റെജി ലൂക്കോസ് അത് ആ കേസ് പല നിലവാരത്തിൽ വൈകിപ്പിച്ച് വിചാരണയിലേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ സഹായത്തോടെ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യുകയും ചെയ്തു. അത് നമുക്കറിയാം. പിന്നീട് സരിത എസ് നായർ തന്നെ അവരെഴുതിയ കത്തിൽ ഞങ്ങൾ ഒന്നിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. അതായത് മുഖ്യമന്ത്രി, സരിത എസ് നായർ, മല്ലേലി ശ്രീധരൻ നായർ, ഈ മൂന്നാളുകൾ ഒന്നിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച ഈ സത്യം അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷ്യം രണ്ടുപേർ നിർവഹിക്കുന്നു. രണ്ടുപേർ പറഞ്ഞിട്ടും കോൺഗ്രസ്സുകാർക്ക് യാതൊരു വിശ്വാസ്യതയും വരുന്നില്ല. ആ അർത്ഥത്തിൽ വീണ്ടും പാർട്ടിയിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഇതിനെ നാമാവശേഷിയാക്കിയേ അടങ്ങൂ എന്ന നിലയ്ക്ക് നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവർ. അന്നും അവർ അത് തന്നെ ചെയ്തു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തവണ DCC പുനഃസംഘടനയുടെ കാര്യത്തിൽ ഈ കേന്ദ്ര നേതൃത്വം, ഹൈക്കമാൻഡ് പറഞ്ഞത് നല്ല പ്രതിച്ഛായയുള്ള ആളുകൾ നിർബന്ധമായും വേണം DCC പ്രസിഡന്റുമാരായി 14 ജില്ലകളിലും. എവിടെ നല്ല പ്രതിച്ഛായയുള്ള ആളുകൾ? ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് വീണ്ടും സത്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതേ സമയത്ത് KPCC പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന നിലയ്ക്ക് ഒരു കത്ത് ഇടതുപക്ഷ സർക്കാരിന് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുവശത്ത് ഞാൻ കുറേ കൂടി ഭീതമായി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ചർച്ചയുടെ വഴിയെ ഞാനത് വിശദീകരിക്കാം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളാണ് ഭാവിയെ സംബന്ധിച്ച് ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധിപ്പിച്ച് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കേരള രാഷ്ട്രീയവും വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് MK കുരുവിള ഇന്ന് വെളിവാക്കിയ കാര്യങ്ങളാണ്. യെസ്, അതെല്ലാം വളരെ വേഗം ചർച്ചയിലേക്ക് തിരികെ എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ തന്നെ ഇത് സുപ്രധാനമായി ഉള്ളത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ വശം കൂടിയായിരിക്കും. ശ്രീ ഭാസ്കരേന്ദ്രബാബു പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടുവെന്നും ഇപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും ഒക്കെ സുപ്രധാനമാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഈ വലിയ വിഷയങ്ങൾ, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ അവിടെ KPCC പ്രസിഡന്റ് സ്വീകരിച്ചിരുന്ന നിലപാടുകളും അതിനുണ്ടായിരുന്ന വലിയൊരു പിന്തുണയും ഒരുപക്ഷെ ഒരു പരിധി വരെയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ജനകീയ മുഖവും ഒക്കെ. പക്ഷെ പിന്നീട് ഈ വിഷയങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ മുമ്പിൽ എത്തുമ്പോൾ അതിൽ പല ചിന്ന ഭിന്നമായി പോകുന്നു, വീണ്ടും ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നൊരു ഘട്ടം കൂടിയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി കേസിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിനും പല ഉമ്മൻചാണ്ടി അടക്കമുള്ള മുൻ മന്ത്രിമാർക്ക് അടക്കം നേരിടാനിരിക്കുന്നത് വലിയ നിയമ പോരാട്ടങ്ങളാണ്. അവിടെ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ ഈ പ്രത്യേകിച്ച് വലിയൊരു അഴിച്ചുപണി വേണം എന്നൊക്കെ ഉള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ ഉള്ളൊരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും സൗമ്യ, ഇതിൽ ഉമ്മൻചാണ്ടിനെ വളരെ സാവകാശം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മറ്റു സമന്നതരായ നേതൃത്വവും കൈയൊഴിയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിൽ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിലെ കരുത്തനായ മുഖ്യമന്ത്രിമാർ ചോദ്യം ചെയ്യാൻ പെടാത്ത ഒരു നേതാവായി കേരളത്തിൽ പതിറ്റാണ്ടുകളോളം വിലസിയിരുന്ന ബഹുമാനായ K കരുണാകരൻ ഒരിക്കൽ പോലും അദ്ദേഹം ഹൈക്കമാൻഡിനെ ധിക്കരിച്ചിട്ടില്ല. വാദത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം DIC ഫോം ചെയ്ത് അദ്ദേഹം ഒരിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ ധിക്കാരപരമായിട്ടോ ഉള്ളൊരു നിലപാടുകൾ ഹൈക്കമാൻഡിന് മുമ്പിൽ അതിൽ എടുത്തൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിരിഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പാർട്ടി നിലപാട് മാത്രമാണ്. പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടി ചെയ്തൊരു കാര്യം എന്താണ്? കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് മുമ്പിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി കോൺഗ്രസ് ഹൈക്കമാൻഡ് വീക്കാണെന്നുള്ളൊരു ധാരണയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് സീറ്റ് വിഭജന ചർച്ചയിൽ
5 മന്ത്രിമാരുൾപ്പെടെ 7ഓളം പേർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന KPCC പ്രസിഡന്റ് VM സുധീരന്റെ കടുംപിടുത്തത്തിനോട് യോജിച്ച ഹൈക്കമാൻഡും പിന്നെ അന്നത്തെ രാഹുൽ ഗാന്ധിയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിന്നെ എന്താ പറയുക പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പോലും ദുഃഖിപ്പിച്ചതാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നിയ ഏതാണ്ട് പിന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് മുമ്പ് മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു ധിക്കാരപരമായ നടപടി കേരളത്തിലെ സാധാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് അതിന്റെ കോൺസിക്വൻസ്? കേരളം വന്ന് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ടിരുന്ന ഈ 7ഓളം പേർ, 7 കൂടുതൽ പേരുണ്ടെങ്കിലും അവർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ ശക്തമായ വാദഗതിയുമായി ഒരാഴ്ചക്കാലം ഡൽഹിയിൽ നിന്ന് പിന്നെ പാർത്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അതൊരു വലിയ സന്ദേശമാണ് കോൺഗ്രസിന്റെ സാധാ പിന്നെ പ്രവർത്തകരിൽ കൊടുത്തത്. ഇദ്ദേഹം കാര്യത്തോടടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ പോലും പിന്നെ മടിക്കാത്തൊരു നേതാവാണെന്നുള്ളവരും പിന്നെ ചരിത്രപരമായ പിന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം, AK ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി പദം ഇട്ടിട്ട് ഇവിടെ തിരിച്ചുപോയത് മുറിവേറ്റ മനസ്സുകൊണ്ടാണ്. അതിന്റെ പിന്നിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ചയിലേക്ക് പോകുന്നില്ലെങ്കിലും അതിലൊക്കെ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ പല മാധ്യമങ്ങളും വിരൽ ചൂണ്ടിയതാണ്. അപ്പൊ ഇതെല്ലാം ചരിത്രത്തിന്റെ തിരിച്ചടിയിലേക്കാണ് വരാൻ പോണത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ചില നേതാക്കള് ഏതാണ്ട് 10-50 വർഷക്കാലമായിട്ട് യുവതലമുറയിൽപ്പെട്ട ഒരു മനുഷ്യനെ പോലും മുമ്പോട്ട് കൊണ്ടുവരാതെ ഒരടി പോലും മുമ്പോട്ട് പിന്നെ നീക്കാതെ കണ്ട് കോൺഗ്രസിനെ ഒരു വൃദ്ധ പിന്നെ കൂട്ടായ്മയിലേക്ക് നയിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്ന കേരളത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ. അതിനൊരു മാറ്റം വരുവാനായിട്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ പിന്നെ തലകുനിച്ചു നിൽക്കുന്നവർ പോലും നാളെ നെഞ്ചു നിവർക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക് കേരളത്തിൽ ഒരിക്കലും കേരള ജനത പൊറുക്കാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്കും അഴിമതികൾക്കും അതുപോലെ തന്നെ അധാർമികമായിട്ടുള്ള പിന്നെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾക്കെല്ലാം ഒരു മറുപടി ചരിത്രം കൊടുക്കുന്നതാണ് ഇന്ന് ഉമ്മൻചാണ്ടി അനുഭവിക്കുന്നത്. അവിടെയാണ് ശ്രീ ബസീർ ബാബു, ഇവിടെ ശ്രീ PS സെൽവിനെ പോലുള്ളവർ എത്ര ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കേസിന്റെ വിധി ഒരു എക്സ്പാർട്ടി വിധിയാക്കി മാറ്റപ്പെട്ടതാണ്. പല ഘട്ടങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് വക്കീലിനെ ഉപയോഗിച്ച് അത് വാദിക്കാമായിരുന്നു, പക്ഷേ അത് വാദിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. അവിടെയാണ് സ്വാഭാവികമായും ഇതിൽ ഒരു വിധി വന്ന ശേഷം തനിക്ക് അനുകൂലമാക്കാമെന്നൊരു പ്രതീക്ഷ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകില്ല എന്നുള്ളത്. ബാക്കി ഒരുപക്ഷെ സോളാർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ആ വിഷയങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയി താങ്കൾക്ക് അറിയാവുന്നതുമാണ്. ബാക്കി കേസിന്റെ ഒക്കെയും സ്ഥിതി ഇത്രത്തോളം രൂക്ഷം തന്നെയല്ലേ? അല്ല, അതിനകത്ത് ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എക്സ്പാർട്ടിയായിട്ട് വിധിച്ചതാണെന്ന് അദ്ദേഹവും വാദിക്കും. ഈ പാർട്ടിക്കകത്ത് പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ രാജീവൻ അത് വിശദീകരിച്ചപ്പം ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. ഈ കേസിൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ ധാരാളം സാധ്യതകളുണ്ടായിട്ടും ബോധപൂർവ്വം ചെയ്യാതെ അദ്ദേഹം കേസിൻ്റെ സ്വാഭാവിക പരിണിതിയിൽ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വയം ഒഴിഞ്ഞു നിന്നുകൊണ്ട് വിട്ടുകൊടുക്കുന്നു. എക്സ്പാർട്ടി വിധിയിലേക്ക് പോകുമ്പോൾ എക്സ്പാർട്ടി വിധി എന്ന സൗജന്യമാണ് ഒരു പക്ഷേ ഇനി അദ്ദേഹം പാർട്ടി ഫോറങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതേ രീതി തന്നെ ഇപ്പം സലീമിനെ പോലുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങളൊന്നും മാറുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീ റെജി ലൂക്കോസ് ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്കൊക്കെ എതിരെ കോൺഗ്രസ് നന്നാകണമെന്ന്. പക്ഷേ എങ്ങനെ നന്നാവും? കാരണം റെജി ലൂക്കോസ് നമുക്ക് ഇപ്പോഴറിയാമല്ലോ, ഓരോ ജില്ലകളിൽ നിന്നും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന 4-5 ആളുകളുടെ ലിസ്റ്റുണ്ട്. ആ 4-5 ആളുകളാണ് ഇനി DCC സംഘടനയിൽ നേതൃത്വത്തിലേക്ക് വരുന്നത്. അവരെല്ലാം തന്നെ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ സത്യത്തിൽ ഉമ്മൻചാണ്ടിയെ പല ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. AI ഗ്രൂപ്പുകളിൽപ്പെട്ട് പരസ്പരം പടവെട്ടി വലിയ പരുക്കുകളേറ്റവരാണ്. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വഴക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ അഴിമതി നേതാക്കളെ സംരക്ഷിക്കേണ്ട എന്താ പറയുക ഉദാരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നോ ഒന്നും മുക്തരായ ആളുകളല്ല, റിബലുകളെ അല്ലവർ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ മാറ്റി നന്നാവും എന്ന നിലയ്ക്ക് റെജി ലൂക്കോസ് പുലർത്തുന്ന പ്രതീക്ഷ, അത്തരം പ്രതീക്ഷകൾ പുലർത്താനുള്ള ഒരു അവസ്ഥ എനിക്കിപ്പോഴില്ല. ഇതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊരു വശം. മറുവശത്ത് നമുക്ക് MK കുരുവിള പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. MK കുരുവിള പറഞ്ഞ കാര്യത്തിനകത്ത് ആദ്യഘട്ടത്തിൽ കുരുവിള പറയുന്നു എന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാം. അദ്ദേഹം നിരന്തരമായി ഉമ്മൻചാണ്ടിയെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ലോക്കപ്പുകളിൽ പോലിട്ട് മർദ്ദിക്കുകയുണ്ടായി, ഹൈക്കോടതിയിൽ കെട്ടിവലിച്ച് ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഇതൊക്കെ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സാധാരണ പ്രജകളുടെ മേൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പരമാവധി ചെയ്തു. ബാംഗ്ലൂരിൽ ഒന്നും നടന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം
വെളിവാക്കിയ കാര്യങ്ങൾ ഒരുപക്ഷെ UK ബേസ്ഡ് ആയിരിക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധിപ്പിച്ച് സോളാർ എക്സ്പാൻഷൻ്റെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുമ്പോൾ 1 കോടി രൂപ ആവശ്യപ്പെടുന്നു. അതിനുശേഷം വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു തുടർ ചർച്ചയിൽ ക്ലിഫ് ഹൗസിലിരുന്ന് ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഇത് എത്ര കോടി രൂപയുടെ 4-5 കോടി രൂപയുടെ എന്നത് മാറി 4000 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റാണെന്നുള്ള ബോധം വരുന്നു. അത്രേ 1000 കോടി രൂപയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി ചോദിക്കുന്നത്. നിസ്സാരമായ തുകയല്ല. 1000 കോടി രൂപ ക്ലിഫ് ഹൗസിലിരുന്ന് ചോദിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ കുരുവിളയെ പോലൊരാൾ അങ്ങനെ പറയാൻ പാകത്തിൽ നാം ആദ്യമൊക്കെ എങ്ങനെയാണ്, ഒരു വശത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മറുവശത്ത് സരിതാ എസ് നായരും. സ്വാഭാവികതയിൽ മുഖ്യമന്ത്രി പറയുന്നതിനാണ് വിശ്വാസയോഗ്യത. പക്ഷേ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? മലയാളികൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് അവരുടെ നിലപാട് തീരുമാനിച്ചപ്പോൾ അവർ സരിതയുടെ കൂടെയായിരുന്നു, അല്ലെങ്കിൽ പറയുന്ന ഭാഗികമായ സത്യങ്ങളുടെ കൂടെയെങ്കിലുമായിരുന്നു. ആ അർത്ഥത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ അദ്ദേഹം പറയുന്നത് 4000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി നിലയ്ക്ക് അത് ഞാൻ വാങ്ങിത്തരാം 1500 കോടി രൂപ. 1500 കോടി രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ 1000 കോടി എനിക്ക് തന്നൂടെ? ഇതാണ് ചോദ്യം. ആ അർത്ഥത്തിൽ ചോദിച്ചു എന്ന് ഇപ്പോൾ കുരുവിള പറയുമ്പോൾ കോൺഗ്രസ്സുകാരും മലയാളികളും മറ്റ് മലയാളികളും പണ്ട് അവിശ്വസിച്ച മാതിരി അവിശ്വസിക്കില്ല. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടും ഞാൻ പറയുന്നത് അനിശ്ചിതത്വങ്ങൾ കോൺഗ്രസ്സിൽ പടർന്നു പിടിക്കും എന്നല്ലാതെ, ഒരുപക്ഷെ പഴയ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന, മുഖച്ഛായ കണ്ടാൽ തിരിച്ചറിയുന്ന ഏക നേതാവ് ഉമ്മൻചാണ്ടിയാണ്. ഈ ഏക നേതാവ് തന്നെയാണ് ഒരുപക്ഷെ ഹതഭാഗ്യത എന്ന് പറയട്ടെ ഇതിൻ്റെ ഒരു ഇരിക്കപ്പിണ്ടം ഉണ്ടാക്കാനും ഈ പാർട്ടിയുടെ ഒരു ഉദകക്രിയ ചെയ്യുന്നതിൻ്റെയും നേതാവായി മാറാൻ പോകുന്നത് എന്നേ റെജി ലൂക്കോസ് എനിക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. സൗമ്യ, അതാണ് ഞാൻ പറയാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ കേസിന്റെ ഒരു രാഷ്ട്രീയം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും. ഇതുവരെയും പല രീതിയിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇനിയുള്ള നിമിഷങ്ങളിൽ എങ്ങനെയാകും ഈ വിഷയത്തിൽ നിലപാടെടുക്കുക എന്നതുകൂടി സുപ്രധാനമാണ്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ ഈ ഒരു കേസ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സോളാറുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകളുടെ ഒക്കെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ ഒരുപക്ഷെ ശ്രീ കുരുവിള സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ 1000 കോടി ആവശ്യപ്പെട്ടു, അവിടെ നൽകിയില്ല എന്ന വിഷയമാണ്. അത് അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലമുള്ളപ്പോൾ ഇവിടെ 1,35,00,000 നൽകിയ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ഇതെല്ലാം കൂടെ ചേർത്ത് 2,10,00,000 ഇന്നിപ്പോൾ ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് വലിയ ചില ഗൗരവതരമായ വിഷയം പരിശോധിക്കേണ്ടത്, ഒരുപക്ഷെ അന്ന് താങ്കൾ സൂചിപ്പിച്ച രാജ്യ അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നത് സരിതയുമായി ബന്ധപ്പെട്ട് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്ന ഇടപാടുകൾ, പലേലി ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു. അവിടെ തൻ്റെ സ്റ്റാഫിലെ ചിലരെ പിരിച്ചുവിട്ട് അല്ലെങ്കിൽ അവർക്ക് മേൽ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഒരുപക്ഷെ ഈ ഒരു കേസൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി അത് കൂടുതൽ ഗൗരവതരമായ ഒരു വിഷയത്തിലേക്ക് കൂടി പരിശോധനകൾ നീങ്ങേണ്ടതല്ലേ ശ്രീ റെജി? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ മല്ലയിലും ശ്രീധരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിനോട് വെളിപ്പെടുത്തിയത് കേരളം വളരെ ഞെട്ടലോടെ അന്ന് കേട്ടത്. അന്ന് അദ്ദേഹം വിദേശത്തു നിന്നും ഇവിടെ വന്നപ്പോഴത്തേക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി ഈ വക കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തിയ ചില നാടകങ്ങളായിരുന്നു. ഞാൻ അവരെ കുറ്റവാളികളല്ല എന്നല്ല പറയുന്നത്, ഇത്തരം ചില ആൾക്കാരെ ബലി കൊടുത്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു. ഞാനതാണ് ആവർത്തിച്ച് പറയുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായി വിലസാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്താ പറയുക മുഖ്യധാരയിലൂടെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ജനങ്ങളുടെ ഇഷ്ട കഥാപാത്രമായി. അത് ഭാസ്കരേന്ദ്ര ബാബു സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹം എവിടെ പോയാൽ ആൾ കൂട്ടും, അതിനുള്ള ഒരു കരിസ്മ അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഇല്ലാത്തതൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലം കോൺഗ്രസിൽ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു
എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പിന്നെ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ സൗമ്യ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക. അതായത് ഈ വക കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പിന്നെ സോളാർ കമ്മീഷൻ എന്ന് പറയുന്ന അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന ആ കമ്മീഷന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിനെ സംബന്ധിച്ചോളം കേരളം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും എല്ലാം ഇന്ന് കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണങ്ങളും അതിനെതിരെയുള്ള വിധികളും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് തന്നെയുമല്ല, ഇനി ഇതിന്റെ പരമ്പരയായിട്ട് വരാൻ പോണ എന്തൊക്കെയാണ്? കേരളത്തിൽ ബാർ കോഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുപോലെ തന്നെ ഞടിക്കുക, പിന്നെ ബാർ പൂട്ടുവാനും ബാർ തുറക്കുവാനും വേണ്ടി പണം വാങ്ങിച്ചത്, കേരളത്തിലെ ബഡ്ജറ്റിനെ വിറ്റ് കാശ് മേടിച്ചു എന്നുള്ള ആരോപണങ്ങൾ, നോട്ടടി യന്ത്രത്തിന്റെ അപഹാസ്യമായ കഥകൾ, അങ്ങനെ എന്തെല്ലാം കഥകളാണ് കേരളത്തിൽ ഇനി ചുരുളഴിയാനുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ വക്താക്കൾ ഇന്ന് ദുർബലമായ വാദഗതികൾ പിന്നെ ഉന്നയിക്കുന്നത് അവർ മാനസികമായി തകർന്നു എന്നതിന്റെ തെളിവാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ കേരളത്തിലെ ഒരു വ്യക്തി പോലും, കോൺഗ്രസിന്റെ കടുത്ത ശത്രുക്കൾ പോലും കോൺഗ്രസ് കേരളത്തിൽ നിന്ന് ഇല്ലാതാകണം എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് ഇവിടെ ഉണ്ടാകണം, തീർച്ചയായിട്ടും. അത് മതേതര കേരളത്തിന് കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസിനൊരു പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇപ്പോഴത്തെ വൃദ്ധ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല. കേരളത്തിലെ യുവാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്നവരെല്ലാം ഇപ്പൊ ഏതാണ്ട് പ്രായപൂർത്തിയായി പിന്നെ ഒരു വൃദ്ധരുടെ പടിവാതിക്കലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇത്തരം കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയ നിരീക്ഷകരെയും പൊതുജനങ്ങളെയും വളരെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് കേരളത്തിൽ നശിക്കരുതേ എന്നുള്ളത് കേരളത്തിൽ അവർ വളർന്ന് പന്തലിക്കാനൊന്നുമല്ല, ജനാധിപത്യത്തിൽ അത് ആവശ്യമാണ്. അതാണ്. അല്ല എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ വർഗീയപരമായ രീതിയിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ കേരളത്തിൽ തലവെക്കാനിടയുണ്ട്. അതിനെതിരെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലെത്തിയത്. ആ ഗവൺമെന്റ് കേരളത്തിലെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലെത്തിയിരിക്കണമെന്ന് വിശ്വസിക്കാം. പക്ഷേ ചന്ദ്രബാബു സാറ് പറഞ്ഞ പോലെ ആശങ്ക എനിക്കുമുണ്ട്. ഈ പാർട്ടിയിൽ നടക്കുമോ? അതൊരു മുഖ്യമായ ചോദ്യമാണ്. എന്തെന്നാൽ കേസുകളുടെയും അഴിമതി ആരോപണങ്ങളുടെ പിന്നെ കോടതിയിലുള്ള കേസുകളുടെയും വിജിലൻസ് അന്വേഷണത്തിന്റെയും ഒരു പരമ്പര ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പിന്നെ ത്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാർട്ടിയുടെ പോക്ക് തീർത്തും താഴോട്ടാണ് എന്നുള്ള ദുഃഖകരമായ വസ്തുതയും നാം ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയം എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അരമണിക്കൂറിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഒരാളില്ലായിരുന്നു എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രേക്ഷകരെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കോൺഗ്രസിന്റെ പല നേതാക്കളെയും ടെലിഫോൺ ലൈനിൽ കൂടി ബന്ധപ്പെട്ടിരുന്നു ഒരു റിയാക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ആരും ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. KPCCയുടെ വളരെ മുതിർന്ന നേതാക്കളെ അടക്കം ഞങ്ങൾ ഫോൺ വഴി കോൺടാക്ട് ചെയ്തിരുന്നു. ആ ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ശ്രീ ഭാസ്കരേന്ദ്രബാബു, ഏതായാലും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇവിടെ പക്ഷേ ഒരു വിഷയം, കോൺഗ്രസിലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എടുത്തു പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യം ഉള്ളത്, തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ ഇപ്പോൾ ഒരുപക്ഷെ ഈ വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ വിജിലൻസിൻ്റെ ഒരു പ്രവർത്തനം തന്നെ പരിശോധിച്ചാൽ തന്നെ കഴിഞ്ഞ പല മന്ത്രിമാരുടെയും കാലഘട്ടത്തിലെ പല ഇടപാടുകളും പരിശോധിക്കപ്പെടുകയാണ്. ഈ സോളാർ കേസ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ കണ്ടതാണ് മറ്റേ ഭൂമി വിഷയങ്ങളായാലും അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള വലിയ മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ വലിയ ജനവിരുദ്ധ നയങ്ങളുടെ ഒക്കെ കഥകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ആദ്യ സൂചനയായാണ് ഇന്നത്തെ ഈ ഒരു കേസ് വിധി. അല്ല, ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഒരു ശുദ്ധീകരണം റെജി ലൂക്കോസ് പറഞ്ഞ പോലെ സാധ്യമാണ്. അങ്ങനെ ശുദ്ധീകരണം വരണമെങ്കിൽ അവർ ഈ സോളാർ കേസ് അടക്കമുള്ള കേസുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത സമീപന രീതി തെറ്റിപ്പോയി എന്ന ആത്മപരിശോധന നടത്തിക്കൊണ്ട് മാത്രമേ വരാൻ കഴിയൂ. ആത്മപരിശോധന സംശുദ്ധമാണെങ്കിൽ, സത്യസന്ധമാകണമെങ്കിൽ അത് പുതിയൊരു ജനറേഷൻ മുദ്രാവാക്യമായി ഉന്നയിക്കപ്പെടുകയും വേണം. എവിടെയാ തലമുറ കോൺഗ്രസിനകത്ത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ നിരാശത എനിക്കുമുണ്ട്. കാരണം കോൺഗ്രസ് തകരുന്ന ഗ്യാപ്പിൽ എന്തായാലും BJP വളരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നാം പരിശോധിക്കേണ്ടത് മറ്റൊരു ചെറിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്. ഈ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ കുരുവിള പറയുന്നത് നമുക്ക് കുറേ കൂടി പരിഗണനയിലേക്ക് എടുക്കേണ്ടി വരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പല കമ്പനികളും ഇദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളുടെ പേരിലാണ്. ബന്ധുക്കളെ വെക്കുക, കമ്പനികൾ ഉണ്ടാക്കുക. സോളാറിൻ്റെ പലതരം ലൈസൻസുകൾ അദ്ദേഹം സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് പലതരം ബന്ധുക്കളുടെ പേരിലാണ് എന്നുകൂടി കുരുവിള പറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല. കുരുവിളയെ ഒരു ഘട്ടത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് വിരട്ടാൻ രവി പൂജാരി എന്ന് പറയുന്ന ഒരു മാഫിയ കിങ് പോലും പങ്കെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ തലത്തിൽ നിന്ന് വിട്ട് പണാധിപത്യത്തിലൂടെ സഞ്ചരിച്ച് മാഫിയകളിലേക്ക് എത്തിച്ചേരുന്നു.
ഇങ്ങനെ ഒരു നേതാവിനെ എന്തിനു ചുമക്കണം? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എസ് പി സമാജ്വാദി പാർട്ടിയിൽ ബഹളം നടക്കുന്നില്ലേ? ആ ബഹളം എന്താകും നമുക്കറിയില്ല. പക്ഷേ അമർ സിംഗുമായിട്ട് ബന്ധിപ്പിച്ച് അതൊക്കെ നടക്കുന്നത്. അമർ സിംഗിന് കൊണ്ട് ഇത്തരം ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്ന ചില മാഫിയ പ്രവർത്തനങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് കുരുവിള പുറത്തേക്ക് വിട്ട വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും കൂടി പരിശോധിക്കപ്പെടണം, അതുകൂടി കോൺഗ്രസ്സുകാർ പരിശോധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്രബാബു, ഒപ്പം തന്നെ ശ്രീ റെജി ലോക്കോസ് ഈ അവസരത്തിൽ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും സോളാർ കേസുമായി ബന്ധപ്പെട്ട ആദ്യ ശിക്ഷ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഉമ്മൻചാണ്ടി അടക്കം 4 പേർ 2,10,00,000 നൽകണം എന്നതാണ് കോടതിയുടെ ശിക്ഷ. എക്സ്പാർട്ടി വിധിയാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പലതവണ ഈ വിഷയത്തിൽ നോട്ടീസ് കൈപ്പറ്റി ഒരു തവണ എക്സ്പാർട്ടി മാറ്റണം എന്നതിന് കോടതിയെ സമീപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇവിടെ വക്കീലിനെ ഉപയോഗിക്കുന്നതടക്കം ഈ കേസിനെ ഫേസ് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ വിധി ഇങ്ങനെ എക്സ്പാർട്ടി വിധിയായി മാറി എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാവുകയാണ്.